ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തിയവർക്കും സ്വാഗതം. ജനുവരി 15 തൊട്ട് ജനുവരി 31 വരെയുള്ള കാലയളവിലുള്ള ഒരു ഫലമാണ് പറയുന്നത്. ഈ ഫലത്തിൽ വൃശ്ചിക രാശിക്കാർക്ക് വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും കൂടി ചേരുന്ന വൃശ്ചിക കൂറുകാർക്ക് ജന്മത്തിൽ, അതായത് രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശുക്രൻ 2-ൽ ബുധൻ, ചൊവ്വ 3-ൽ സൂര്യൻ, 4-ാം ഭാവത്തിൽ കടകശനിയെ തുടർന്ന ശനി, 5-ാം ഭാവത്തിൽ രാഹു, 6-ാം ഭാവത്തിൽ വ്യാഴം, 11-ാം ഭാവത്തിൽ കേതു. ഇതാണ് ഗ്രഹസ്ഥിതി. ചാരവശാൽ 3-ൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യൻ വളരെ അനുകൂലപരമായിട്ടുള്ളൊരു സമയം തന്നെയാണ്. ഈ ജനുവരി 15 തൊട്ട് ജനുവരി 31 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ നല്ലൊരു മാറ്റങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതയുണ്ട്. മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കണ്ടകശനിയുണ്ട്, 6-ാം ഭാവത്തിൽ വ്യാഴൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ദോഷഫലം തന്നെയാണ് കാണുന്നത്. എന്നിരുന്നാലും സൂര്യചാരവശാൽ സൂര്യൻ 3-ാം ഭാവത്തിൽ അനുകൂല ഭാവത്തിൽ നിൽക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില ഗുണാനുഭവങ്ങൾ വന്നു ചേരുവാനുള്ളത്. ധനസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊരു പരിഹാരം, ഭൂമി സംബന്ധമായിട്ടുള്ള തർക്ക വിഷയങ്ങളിലൊരു പരിഹാരം, കേസ് വഴക്കിൽ നിന്നും ഒരു ആയാസം, ഭാര്യ ഭർത്ത ബന്ധത്തിൽ നിന്നും ഒരു സമാധാനം, സന്താനങ്ങളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും ഒരു സമാധാനം, കടബാധയിൽ നിന്ന് ഒരു മനസ്സമാധാനം കിട്ടുക, കടക്കാരെ പറഞ്ഞ് നിർത്തുവാൻ തെറ്റുക, ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിച്ചെടുക്കുക, ചെയ്യുന്ന തൊഴിലിന് അർഹതപ്പെട്ട വരുമാനം ഉണ്ടാവുക, ഭാഗ്യവശാൽ ധനം വന്ന് ചേരുക, ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാവുക, അമ്പലങ്ങളിൽ പോകാൻ തോന്നാവർക്കും അല്ലെങ്കിൽ ദൈവത്തെ പ്രാർത്ഥിക്കാനോ നമസ്കരിക്കാനോ അല്ലെങ്കിൽ തൊഴുതുവാനോ അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥനയ്ക്കോ ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ മനസ്സിന് അനുവദിക്കാത്ത ഒരു സമയമാണെങ്കിൽ അതെല്ലാം മാറി ദൈവത്തോട് കൂടി ബന്ധപ്പെടുവാനുള്ള സാധ്യത കൂടുതൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ അനുഗ്രഹങ്ങൾ കിട്ടുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ദേഹസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കെല്ലാം കുറച്ചൊരു പരിഹാരമായിട്ട് വന്ന് ചെയ്യുന്നുണ്ട്. ദേഹസംബന്ധമായിട്ടുള്ള ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കെല്ലാം കുറച്ച് വിട്ടുവീഴ്ച വരുന്നുണ്ട്. മരുന്നെല്ലാം ഫലത്തിൽ ഏൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഉദ്ദിഷ്ട കാര്യം നടക്കുവാനുള്ള സാധ്യതയുണ്ട്. തൊഴിൽ മേഖലയിൽ കുറച്ചൊരു പുരോഗമനം വന്നു ചേരുവാനും പ്രവർത്തന വിജയം വന്ന് കൈവരിക്കാനും വിദേശത്തേക്ക് പോകുന്നവർക്കെല്ലാം അത് സാധിച്ചെടുക്കുവാനും വിദേശത്തിൽ നിന്ന് സ്വദേശത്തേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം കാര്യസാഫല്യം നേടുവാനും എന്തെങ്കിലും നിയമസംബന്ധമായിട്ടുള്ള കേസ് വഴക്കുകളോ അല്ലെങ്കിൽ നിയമസംബന്ധമായിട്ടുള്ള പോലീസ് കേസുകളോ അങ്ങനെ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒത്തുതീർപ്പാകാനുള്ള സാധ്യതയും സഹോദര ബന്ധങ്ങൾ മൂലം കുറച്ചൊരു സഹായം കിട്ടുവാനും പുതിയ ഫ്രണ്ട്ഷിപ്പുകൾ മൂലം കുറച്ച് സഹായം കിട്ടുവാനുള്ള സാധ്യതയും കണ്ട് മനസ്സിന് കുറച്ച് സമാധാനം കിട്ടുന്നൊരു സമയമാണ്. ദേഹസുഖം കിട്ടുവാനുള്ള സമാധാനം കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം കുറച്ചൊരു ഉണർവ് വരുവാനുള്ള സാധ്യതയുണ്ട്. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം കുറച്ച് മനസ്സമാധാനങ്ങളും ആശ്വാസവും കിട്ടുവാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. കർമ്മരംഗത്ത് കുറച്ചൊരു പുരോഗതി വരുവാനുള്ള സാധ്യതയുണ്ട്. സേനാധിപത്യം വഹിക്കുന്നവർക്കെല്ലാം കുറച്ച് നല്ല സമയമാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കുറച്ച് ആരോഗ്യവും ധൈര്യം വന്ന് ചേരുവാനുള്ള സാധ്യതയുണ്ട്. എന്തിനും തയ്യാറെടുക്കുക എന്നുള്ളൊരു സമാധാനപരമായിട്ടുള്ള തീരുമാനത്തിൽ എത്തിപ്പെടുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. വിവാഹാദി മംഗളകർമ്മങ്ങൾ പുതിയ വിവാഹങ്ങൾ കഴിച്ചവർക്കെല്ലാം മനസ്സമാധാനം കിട്ടുവാനും കാര്യമുണ്ട്. വാഹന സംബന്ധമായിട്ട് പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഗുണാനുഭവങ്ങളാണ് കാണുന്നത്. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്കും ഗുണാനുഭവങ്ങൾ കാണുന്നുണ്ട്. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഗുണാനുഭവങ്ങൾ ഉണ്ട് താനും. അതുപോലെ കരകൗശല മേഖല എന്ന പുരാതന വസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടിക്കുന്നവർക്കെല്ലാം അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ സാധിച്ചെടുക്കാനുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട്. അപ്രതീക്ഷിതപരമായ ചില നിമിത്തങ്ങൾ മൂലം അല്ലെങ്കിൽ ഒരു പരിഹാരം മൂലം പ്രത്യേകിച്ച് പെട്ടെന്നൊരു സന്തോഷ വാർത്ത കിട്ടുവാനുള്ള സാധ്യത ജനുവരി 20-നും 23-നും ഇടയിൽ കാണുന്നുണ്ട് എന്ന് തന്നെ പറയാം. അതൊരു ശുഭ ദിനമായിട്ട് തന്നെ കണക്കാക്കാം. അതൊരു ശുഭ ദിനമാണായിട്ട് കണക്കാക്കാം. ഉത്തമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനും നേടിയെടുക്കുവാനും പങ്കെടുക്കുവാനും പുതിയ തൊഴിൽ തുടങ്ങുവാനും എല്ലാം പറ്റിയൊരു സമയമാണ്. മകരമാസത്തിൻ്റെ ഒരു ആരംഭഘട്ടമാണ്. ഉത്തരായണ കാലം ആരംഭമാണ്. അത് തന്നെ പുതിയ ഭവന നിർമ്മാണം വയ്ക്കുന്നതിനും പുതിയ വാഹനം വാങ്ങിക്കുവാനും പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനും പുതിയ മേഖലകൾ തുടങ്ങുവാനും ഭൂമി കച്ചവടത്തിനും എല്ലാം പറ്റിയൊരു സമയമാണ്. ഈ ജനുവരി 15 തൊട്ട് 31 വരെയുള്ള വൃശ്ചിക രാശിക്കാർ കുറച്ച് അനുകൂലപരമായിട്ടുള്ളൊരു സമയമാണ് എന്ന് എടുത്തു പറയേണ്ട ഒരു ആവശ്യമുണ്ട്. നമസ്കാരം.